ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉദയഗിരി കോട്ടയാണ്. നമ്മൾ വേറെ റൂട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബോർഡ് കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ്. ഇന്നത്തെ കാഴ്ചകളെല്ലാം നമ്മുടെ ഉദയഗിരി കോട്ടയ്ക്കകത്തുള്ള കാഴ്ചകളാണ്. നമ്മുടെ പത്മനാഭപുരം കൊട്ടാരമില്ലേ, അതിൻ്റെ അടുത്തായിട്ട്, അത് വേളിമലയുടെയൊക്കെ താഴെയായിട്ട് നമ്മൾ തക്കല കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം കഴിയുമ്പോൾ ഇടത്തേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടത്തെയാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്? ഇത് വന്നിട്ട് ഒരു 350 വർഷത്തിന് മുമ്പേ കെട്ടിയ ഒരു കോട്ടയാണ്. ഒരു 100 ഏക്കറോളം ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് പിന്നെ മാന്, കുറെ ജീവികള്, അങ്ങനെയുള്ള കിളികള്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്ലറ കുറച്ച് മുകളിലാക്കി ഇവിടുന്ന് ഒരു 150 മീറ്ററോളം പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ നല്ല നല്ല മരങ്ങളും പല ഐറ്റങ്ങളിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാട്ടിൽ പോയാൽ കൂടെ കാണാൻ പറ്റാത്ത മരങ്ങളൊക്കെ ഇതിൻ്റെ അങ്ങനെ നമ്മുടെ ഈ കുളവും ഇവിടെ സൈഡിലുള്ള ഈ മയിലിനെയൊക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ മാൻ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
ഈ കേരളീയർക്ക് എല്ലാവർക്കും തമിഴ്നാടിനെ കുറിച്ചൊരു ചിത്രം മനസ്സിലുണ്ട്, ഒരു വറ്റി വരേണ്ട സ്ഥലം. അപ്പോൾ അതിന് അപ്പുറം നമ്മളെല്ലാവരും ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന് പോകാൻ വേണ്ടി നമ്മൾ കന്യാകുമാരി അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥലങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ നമ്മളാരും ശരിക്കും അറിയാതെയാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മളെ ലൊക്കേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അതുമല്ല തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ ഉദയഗിരി കോട്ട. ഇതുപോലെ ഒരുപാട് കോട്ടകളുണ്ട്, പത്മനാഭപുരം കൊട്ടാരം, അങ്ങനെ ഒരുപാട് കോട്ട നമ്മളിവിടെ തമിഴ്നാട് ലൊക്കേഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇതിനകത്ത് കയറുമ്പോഴേ ശരിക്കും പറഞ്ഞ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു പണ്ടത്തെ ആ ഒരു കാടും ഒരു ഫീലും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേ ഒരു ഇതിൽ തന്നെ ഇവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് ഇനി അടുത്ത് വരാൻ പോണ തലമുറകൾക്ക് പോലും ഇതൊരു അതിശയമാണ്. ഇങ്ങനെ പണ്ട് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ട് പല രാജാക്കന്മാരും നടന്ന വഴിയാണിത്. അപ്പോൾ അവിടെ നമുക്കിപ്പോഴും നടക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ വലിയ വലിയ സ്ഥലങ്ങളിൽ പോകാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം. അതാണൊരു ഒരു യാത്ര എന്ന് പറയുന്നത്. ശരിക്കും ഇതുപോലുള്ള ഒരുപാട് വേസ്റ്റ് ബോക്സുകൾ ഇവിടെ സൈഡുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നവരും എല്ലാവരും നമുക്ക് സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വേസ്റ്റ് നമ്മൾ ഇതുപോലുള്ള വേസ്റ്റ് ബോക്സുകൾ ഇടണം. അല്ലാതെ ഈ പുറത്തുനിന്നിട്ട് ഇവിടെ ഒന്നും അവർ സുരക്ഷിതമായിട്ട് കൊണ്ടു കിടക്കുന്ന സ്ഥലം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് നമ്മൾ മലിനമാക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് അവരെങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മളും അദ്ദേഹം ഇവിടെ വന്നതും ഈ കോട്ട നിർമ്മിക്കാനുള്ള ഒരു കാരണവും എന്തായാലും നമുക്ക് ആദ്യം കല്ലറ കണ്ടിട്ട് വരാം.
നമ്മളെ മാർത്താണ്ഡവർമ്മ രാജാവ് നമ്മളെ ഈ കോട്ടയിൽ തടവിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് തടവിലായതിനു ശേഷം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ തിരുവിതാംകൂർ സൈന്യത്തെ അതായത് ഇദ്ദേഹം ഡിലനോയ് പരിശീലിപ്പിക്കാമെന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു സമ്മതം കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് കൊണ്ട് മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ മോചിപ്പിക്കുകയും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മളെ ഈ കോട്ടയ്ക്കകത്തൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹം നമ്മളെ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിക്കുകയും നമ്മളെ സൈന്യത്തെ നല്ല ശക്തമാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നാണ് ശരിക്കും മാർത്താണ്ഡവർമ്മയുടെ ഉത്തരവ് പ്രകാരം ഡിലനോയ് ഈ കോട്ട നവീകരിച്ചെടുത്തത്. ശരിക്കും പറഞ്ഞ് ഈ കോട്ട ആദ്യം, അതായത് തിരുവിതാംകൂർ വീരരവിവർമ്മ എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഈ കോട്ട നിർമ്മിച്ചതാണ്. അന്ന് ഇത് ചെളി കൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പം അത് രണ്ടാമത് മാർത്താണ്ഡവർമ്മയുടെ ഉത്തരവ് പ്രകാരമാണ് ഡിലനോയ് കല്ലുകൊണ്ട് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മളെ ഈ പീരങ്കി ഒരു നിർമ്മാണ കേന്ദ്രമുണ്ട്. അതും ഈ കോട്ടയ്ക്കകത്തുണ്ട്, പക്ഷെ നമ്മൾ എവിടെയാണെന്ന് കണ്ടില്ല. നമ്മൾ ഇപ്പോൾ ദക്ഷിണേന്ത്യ വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയൊരു സൈനിക താവളമാണ് ഈ ഉദയഗിരി കോട്ട എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉദയഗിരി കോട്ടയെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി, അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ കാണിക്കാം. നമ്മളെ വേളിമലയുടെ തീരത്താണ് ശരിക്കും ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മളെ ഒരു പത്മനാഭപുരം കൊട്ടാരം, അതെല്ലാം വേളിമലയുടെ തീരത്താണ്. അതായത് വേളിമലയുടെ താഴ്വശത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുമ്പോൾ നേരത്തെ കൽക്കുളം കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ പത്മനാഭപുരം കൊട്ടാരം, നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചാണ്. അപ്പോൾ ആ കൊട്ടാരം ഈ കോട്ടയുടെ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ വേളിമലയുടെ ഒരു സൈഡിലാണ് നമ്മളെ ഈ ഉദയഗിരി കോട്ട വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കുക, വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടി നിങ്ങൾ അഭിപ്രായങ്ങൾ വേണം, എന്നാലും നമ്മളെ തെറ്റുകൾ മാറ്റി പുതിയ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ബൈ.